ചില രസം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോയുടെ രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയുടെ സന്നിധിയിലെത്തിയ ഒരാൾക്ക് തെരഞ്ഞെടുക്കാവുന്ന രണ്ട് മനോഭാവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പലവിധ കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന മർത്തയെയും ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുന്ന മറിയത്തെയും നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സഭ നമ്മളോട് പറയുന്ന പ്രകാരമാണ് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈശോ ഇന്നത്തെ സുവിശേഷത്തില് നമ്മളോട് പറയുകയാണ് മറിയത്തെ പോലെയാവും. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു. എന്താണ് മറിയം തെരഞ്ഞെടുത്ത നല്ല ഭാഗം? ശാന്തതയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ശാന്തതയോടെ സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ടെൻഷനുകളെല്ലാം ദൈവത്തോട് തുറന്നു പറയാനായിട്ട്, ദൈവത്തോട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ശാന്തതയോടെ ഇരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ മറിയത്തെ മാതൃകയാക്കി നമ്മളോട് പറയുകയാണ്, മറിയം തെരഞ്ഞെടുത്ത പോലെ നല്ല ഭാഗം തെരഞ്ഞെടുക്കുക, ശാന്തമായിരിക്കുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ മറിയത്തെ പോലെ ദൈവസന്നിധിയിൽ ശാന്തതയോടെ ഒരല്പ സമയം ചെലവിടുവാനുണ്ട് കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട്